أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. വിശ്വാസികളെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കയങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുകരിക്കുമാറാവട്ടെ. തൻ്റെ കയ്യബദ്ധം കൊണ്ട് ഒരാൾ മരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്ന് മൂസാ നബി രക്ഷപ്പെട്ടു പോകുന്ന വഴി ആട്ടിൻകുട്ടികൾക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ സഹായിച്ചു. അവർക്ക് വെള്ളം മുക്കിക്കൊടുത്തു. അവർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ആ രണ്ട് കുട്ടികളിൽ ഒരാൾ മൂസാ നബിയെ ചെയ്ത ജോലിക്ക് കൂലി കൊടുക്കുവാൻ വേണ്ടി ഉപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ട് മൂസാ നബി ചെല്ലുമ്പോൾ മക്കൾ അവിടെ മൂസാ നബിയുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം പറയുന്ന ഒരു വാക്യം സൂറത്തുൽ ഖസസിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിറുഹു. അല്ലാഹു അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഉപ്പ നമുക്ക് അദ്ദേഹത്തെ കൂലിക്ക് വെക്കാം, ജോലിക്കാരനായി വെക്കാം. കാരണം ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂലിക്ക് വെക്കുന്നത് അൽ ഖവിയ്യുൽ അമീൻ. ആ വ്യക്തി ഖവിയാണ്, അമീനാണ്. ഖവി എന്ന് വെച്ചാൽ ശക്തൻ എന്നാണ് അർത്ഥം. അമീൻ എന്ന് വെച്ചാൽ വിശ്വസ്തൻ എന്നുമാണ് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ-അമീനായിരുന്നു, സാദിഖുൽ അമീനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് അൽ-അമീൻ എന്നായിരുന്നു. ആ ഒരു ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഉത്ബോധിപ്പിക്കുന്ന കാര്യം കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാവുക എന്ന് മാത്രമല്ല, സത്യസന്ധരുടെ കൂടെ, അവരുടെ ടീമിൽ, അവരുടെ കൂട്ടത്തിലായിരിക്കുക. അമീനായിരിക്കണം ഒരു വിശ്വാസി. അതോടൊപ്പം അള്ളാഹുവിടെ പറയുന്ന മറ്റൊരു കാര്യം കവി ആയിരിക്കണം എന്നുള്ളതാണ്. കവി എന്ന് വെച്ചാൽ ആരോഗ്യമുള്ളവൻ, കായികമായ ശക്തിയുള്ളവൻ, അതോടൊപ്പം മാനസികമായ ശക്തിയുള്ളവൻ. ഇതെല്ലാം ഈ ഒരു കവിയുടെ അർത്ഥത്തിൽ വരും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഒരു വിശ്വാസി ഒരിക്കലും ദുർബലനാവാൻ പാടില്ല. കരുത്തുള്ളവനായിരിക്കണം, കായിക ശേഷിയുള്ളവനായിരിക്കണം, മാനസികമായും ശാരീരികമായും അവൻ ഏബിൾ ആയിരിക്കണം, ശക്തനായിരിക്കണം. അതാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക്, ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ആശയത്തെ വായിച്ചെടുക്കുവാൻ സാധിക്കും. ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, സാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കാന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൽപിടുത്തം നടത്തി. വകാന റുക്കാന മിൻ അശദ്ദിനാസ്, റുക്കാന എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനായിരുന്നു. ആ നാട്ടിലെ ഒരു മോശമില്ലാത്ത ഒരു മൽപിടുത്തക്കാരനാണ്. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന കായിക ശേഷി പ്രകടിപ്പിക്കുന്ന പല ഐറ്റംസും ഉണ്ടാവും. അതിൽപ്പെട്ട അന്നത്തെ ഒരു കാര്യമാണ് ഈ ഒരു മൽപിടുത്തം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു പഞ്ചഗുസ്തി നടത്താറുണ്ടല്ലോ, മറ്റുള്ളവന്റെ കൈയിട്ട് ഇങ്ങനെ ആർക്കാണ് ബലം എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള അന്ന് ചെയ്തിരുന്ന ഒരു രീതിയാണ് ഈ മൽപിടുത്തം. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റുക്കാന എന്ന് പറയുന്ന ആ നാട്ടിലെ പ്രസിദ്ധനായ മൽപിടുത്തക്കാരനെ കീഴ്പ്പെടുത്തി. ഫസറഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയാണ്, വല്ലാഹി മാ സറഅനി അഹദുൻ ഖബലക, മുഹമ്മദേ, നിങ്ങൾക്ക് മുൻപ് ഒരാളും എന്നെ ഇതുവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല. അപ്പോ ഈ റുക്കാനയെ മൽപിടുത്തത്തിൽ ആദ്യമായി കീഴ്പ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു വിശ്വാസിയുടെ ശാരീരിക ശേഷി, കായിക ബലം എങ്ങനെയായിരിക്കണം എന്നുള്ളതിലേക്കുള്ള സൂചനകളായിട്ടാണ് പണ്ഡിതന്മാർ ഈ കാര്യം പറയുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം ഉണ്ടല്ലോ, അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ ഒരു വിശ്വാസി, ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനി ദഈഫ്, ദുർബലനായ, കഴിവ് കുറഞ്ഞ, ശക്തിയില്ലാത്ത, അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് കായിക ശക്തിയും മാനസിക ശക്തിയും രണ്ടും ഇതിൽ ഉൾപ്പെടും. അങ്ങനെ ശക്തിയില്ലാത്ത ഒരു വിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ശക്തിയുള്ള, കായിക ബലമുള്ള ഒരു വിശ്വാസിയാണ്. ഇനി ഒരുപാട് തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷം ബനൂ ഇസ്രായേലിയർക്ക് താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 247 ആയത്തിലൂടെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി, നിങ്ങൾക്ക് അല്ലാഹു അവരുടെ കൂട്ടത്തിൽ നിന്നപ്പെട്ട ഒരാളെ നിങ്ങൾക്ക് ലീഡറായിട്ട്, നേതാവായിട്ട് തെരഞ്ഞെടുത്ത് തരുന്നു. അവൻ നിങ്ങളെക്കാൾ ഇൽമും അതേപോലെ തന്നെ ജിസ്മും, കായിക ബലവും ഉള്ളവനാണ്. ഈ രണ്ടും നോക്കിയിട്ടാണ്, ശാരീരിക ശക്തിയുള്ളവനാണ്, അതോടൊപ്പം തന്നെ ഇൽമുള്ളവനാണ്. യൂത്തി മുൽക്കഹു മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അധികാരം നൽകും. അങ്ങനെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഞാൻ നേതാവായി നിശ്ചയിച്ചു തരുന്നത് എന്ന് ബനൂ ഇസ്രായേലിനോട് പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട് കായിക പരിപാടികളുണ്ട്. ഓട്ട മത്സരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടത്തിയിട്ടുണ്ട്, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കുതിര സവാരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ചെയ്തിട്ടുണ്ട്, അതിനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട്, അത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്പെയ്ത്ത് അന്നത്തെ ശക്തി കാണിക്കാനുള്ള മറ്റൊരു ഐറ്റം ആയിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്, അത്തരം സംഗതികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു വചനത്തിൽ കാണാം, കാലത്ത് സാബഖനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസബഖതുഹു ഫലമ്മാ ഹമൽതുൽ ലഹമ സാബഖനി ഫസബഖനി, ഞാനും റസൂലുള്ളാഹിയും ഒരിക്കലും ആയിഷ ബീവി പറയാം, ആയിഷ ബീവിയെ കല്യാണം കഴിച്ച ആ ഉടനെ, ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്നത് മദീനയിലേക്ക് ചെന്നതിന് ശേഷമാണ്. അപ്പോ 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ. അതിനുശേഷം ഒരു 53 വയസ്സിന് ശേഷമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും ഞാനും തമ്മിൽ മത്സരം നടത്തി, ഓട്ട മത്സരം നടത്തി. ആയിഷ ബീവി പറയാണ്, ഞാനും റസൂലുള്ളാഹിയും തമ്മിൽ ഓട്ട മത്സരം നടത്തി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അഥവാ ആദ്യം നടന്ന ആ മത്സരത്തിൽ ആയിഷ ബീവി ജയിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു. പക്ഷേ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു കുറച്ചുകൂടിയൊക്കെ വയസ്സായപ്പോ അവർക്ക് ആ പഴയതുപോലെ ഒരു കുട്ടിയാകുമ്പോ ഓടുന്ന അത്ര ഒരു പെൺകുട്ടിക്ക് പിന്നെ കുറച്ച് വളർന്നാൽ ഓടാൻ പറ്റൂല. അങ്ങനെ കുറച്ച് എനിക്ക് ശരീരത്തിന്റെ തടിയൊക്കെ കൂടിയപ്പോ ഫലമ്മ
ഹമലത്തിൽ അഹ്മ, എനിക്ക് കുറച്ച് തടി കൂടിയപ്പോ സാബക്കനി, ഞാൻ വീണ്ടും ഓട്ട മത്സരം നടത്തി, അപ്പോൾ റസൂലുള്ളാഹി എന്നെ തോൽപ്പിച്ചു. ആദ്യത്തേല് ആയിഷ ബീവി ജയിച്ചു, പിന്നത്തേൽ റസൂലുള്ളാഹി ജയിച്ചു. റസൂലുള്ളാഹി അതിന് പകരം ചെയ്തു. റസൂലുള്ളാഹി പറയാണ്, അപ്പൊ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഹാദിഹി ബിതിൽക, അന്നൊരു ദിവസം നീ എന്നെ തോൽപ്പിച്ചില്ലേ, അതിന് പകരമാണിത്. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രായത്തിലായിരിക്കും, ഒരു 60 വയസ്സിനോട് അടുപ്പിച്ചുള്ള ഒരു സാഹചര്യത്തിലാണ് ആയിഷ നായികയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെക്കുറെ നമ്മൾ ആ ഒരു ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഒരു ഓട്ട മത്സരം നടത്തുന്നത്. ആ ഒരു പ്രായത്തിൽ നമ്മുടെ ഒരു കായിക ശേഷി, നമ്മുടെ ഒരു ശാരീരിക ശക്തി, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇനി നോക്കൂ നിങ്ങൾ, അജ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖൈല അൽ മുളമ്മറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ടത്തിന് വേണ്ടി പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത കുതിരകളെ വെച്ചിട്ട്, പരിശീലിപ്പിച്ച കുതിരകളെ വെച്ചിട്ട് ഓട്ട മത്സരം നടത്തി. ഒരു സംഘാടകന്റെ റോളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തു. ഓട്ട മത്സരം ആളുകൾ, പിന്നെ കുതിരയുള്ള ആളുകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ ഒരു ഓട്ട മത്സരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചു. എന്ത് ഓട്ട മത്സരം? കുതിരപ്പുറത്ത് കയറില്ല, കുതിരയോട്ട മത്സരം. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്റൽ ഖൈലൽ മുളമ്മറ മിൻ ഹഫിയാ ഇലാ സനിയ, ഹഫിയാ മുതൽ സനിയ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശീലിപ്പിച്ച കുതിരകളെ വെച്ച്, പരിശീലിപ്പിച്ച കുതിര എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്ത കുതിരയുണ്ട്, അതിന്റെ ഫാറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് തടിയൊക്കെ കുറച്ചിട്ട് നന്നായി കുതിക്കാൻ സാധിക്കുന്ന, ഓടാൻ സാധിക്കുന്ന രീതിയിൽ പരിശീലനം കിട്ടിയ കുതിരകളെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തി. എവിടെ? ഹഫിയാ മുതൽ സനിയ വരെ. അജ്റൽ ഖൈല അല്ലത്തി ലം തുളമ്മറ മിന സനിയ ഇലാ മസ്ജിദ് ബനി സുറൈഖ്. എന്നാൽ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയിട്ടില്ലാത്ത കുതിരകളെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സനിയ മുതൽ ഈ പറഞ്ഞ പിന്നെ പള്ളി വരെ, ഒരു മസ്ജിദ് ബനി സുറൈഖ് എന്ന് പറഞ്ഞൊരു പള്ളിന്റെ അവിടെ വരെ, എന്ന് വെച്ചാൽ അവരെ അത്ര ഓടിച്ചില്ല. പരിശീലനം കിട്ടിയ കുതിരകളെ ഒരുപാട് ദീർഘദൂരം ഓടിക്കുന്ന മത്സരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. പരിശീലനം കിട്ടാത്ത കുതിരകളെ ചെറിയ ദൂരം മാത്രം ഓടിച്ചു. അങ്ങനെ അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഓട്ട മത്സരവും അതേപോലെ തന്നെ കുതിര സവാരി, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇത് ചെയ്തത്. നമുക്ക് അറിയാം, മദീനയിൽ ഒരിക്കൽ ഒരു ഇരുട്ടത്ത് ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കുക. എന്താണ് ശബ്ദം എന്നുള്ള വിഷയത്തിൽ ആളുകൾക്ക് ഭയങ്കര ആശങ്കയായി. എന്താ ഇപ്പൊ ആ ഒച്ച കേട്ടത്, എന്തായിരുന്നു ആ ശബ്ദം? ആളുകൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ട് ഒരു ടീമായിട്ട്, ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പോ അവിടെ നിന്ന് കുതിരപ്പുറത്ത് ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായ ഫറയിലും ആളുകൾ അങ്ങോട്ട് ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹയുടെ കുതിരപ്പുറത്ത് അവിടെ പോയി അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല കുതിര സവാരിക്കാരനായിരുന്നു. ഒരു കുതിരപ്പുറത്ത് നന്നായി ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന, ഹോഴ്സ് റൈഡിങ് നന്നായി പരിശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ എല്ലാവരും കൂടി കൂട്ടായിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ റസൂൽ അവരോട് വന്നിട്ട് പറയാ, ലൻ തുറാവോ പേടിക്കണ്ട, പേടിക്കണ്ട, എല്ലാവരും തിരിച്ചു പോയിക്കോളി, ഞാൻ അവിടെ പോയി അന്വേഷിച്ച് തിരിച്ചു വന്ന് ഇനി പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് പറഞ്ഞാണ്, ഇർമു ബനി ഇസ്മായിൽ, കുട്ടികളെല്ലാവരും ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ കുട്ടികളോട് പറയാം, ഇസ്മായിലിന്റെ മക്കളെ. ആരാ ഇസ്മായിൽ നബി? നമുക്കറിയാലോ, ഖുറൈശികളുടെ നേതാക്കന്മാർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇസ്മായിൽ നബിയിലേക്ക് എത്തും. അവിടെ നിന്ന് അവർക്ക് കണക്ട് ചെയ്തിട്ടാ പറയുന്നത്, ഇസ്മായിലിന്റെ മക്കളെ നിങ്ങൾ നന്നായി അമ്പെയ്യുക, അമ്പെയ്ത്ത് മത്സരം നടത്തുക, നന്നായി അമ്പെയ്യുക. അബാക്കും കാന റാമിയ, നിങ്ങളുടെ പൂർവ്വപിതാവ് ഇസ്മായിൽ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അമ്പെയ്യുക. അന്നത്തെ കാലത്ത് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം കഴിവുകളെ, വിനോദങ്ങളെ, കായിക സിസ്റ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അല ഇന്നൽ ഖുവത അർറഅയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അറിയുക, നിങ്ങളിൽ ഏറ്റവും ശക്തൻ നന്നായി അമ്പെയ്യുന്നവനാണ്. ആ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടാവും, ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി അമ്പെയ്യുന്നവനാണ് ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന വിനോദങ്ങളെ ഇസ്ലാം നോക്കിക്കണ്ട രീതി ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു അമ്പെയ്ത്തുകാരനല്ല,
ഒരു കുതിര സവാരിക്കാരനല്ല, ഒരു ഓട്ടക്കാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന ജോലി അതൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസികൾക്ക് ഒരു അധ്യാപകനാണ്, അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതോടൊപ്പം ശക്തിയുള്ളവനും കായിക ശേഷിയുള്ളവനും ആയിരിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണോ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരിക്കേണ്ടത്, ആ ക്വാളിറ്റിയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളെ ഇന്ന് അന്നത്തെ കാലത്ത് അമ്പെയ്ത്തും ഓട്ടമത്സരവും കുതിര സവാരിയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ഇത്തരം വിനോദത്തിൽ ഉണ്ടായിരിക്കേണ്ട കഴിവ്, ഇത്തരം ശാരീരിക ശേഷി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, അത് രക്ഷിതാക്കൾ ആലോചിക്കണം. അത് ഓരോ കുട്ടിക്കും ഓരോന്നിനാണ് താല്പര്യം ഉണ്ടാവുക, ഓരോ കുട്ടിക്കും ഓരോന്നിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇപ്പോ നമ്മുടെ കൂട്ടത്തിൽ ജിമ്മിന് പോകുന്ന ആളുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ കരാട്ടയ്ക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളരിയോ കുംഫുവോ പിന്നെ ഏതാണ് ഫുട്ബോളോ എന്താണ് അവർക്ക് താല്പര്യമുള്ളത്, ആ രംഗത്ത് അവൻ ചെയ്യുന്ന ജോലി, ഇപ്പൊ ഒരാളൊരു എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ടീച്ചർ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ ആളായിരിക്കാം. ഒരു കുഴഞ്ഞ് നേരെ എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരു ഡോക്ടറും കായിക ശേഷിയുള്ള ഒരു ഡോക്ടറും ഇസ്ലാം സ്വപ്നം കാണുന്നത്, ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് കായിക ശേഷിയുള്ള ഒരു ഡോക്ടറെയാണ്. ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാനും കൃത്യമായി സൈറ്റ് നോക്കി കാണുവാനും അവിടെ നടന്ന് സഞ്ചരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനുള്ള ഒരു ആർജവമുള്ള കായിക ബലമുള്ള ഒരു എഞ്ചിനീയറെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഒരു അധ്യാപകനായാലും, ഒരു IT പ്രൊഫഷണലായാലും, ഒരു ബിസിനസ്സുകാരനായാലും, ഒരു സാധാരണ കച്ചവടക്കാരനായാലും, ഏത് രംഗത്തുള്ളവനായിരുന്നാലും ആ രംഗത്ത് അവന് മികച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള ബലവും ശക്തിയും ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അതിന് എന്തൊക്കെയാണ് ഇസ്ലാമികമായ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അവന്റെ മാനസികമായ ഉല്ലാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ ഉണ്ടാകും ജോലി തന്നെ ജോലി. അവന് IT പ്രൊഫഷണലാണെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിലാണ് അയാൾ 24 മണി അല്ലെങ്കിൽ ഒരു 18 മണിക്കൂറും. പിന്നെ ഭക്ഷണം കഴിക്കുക, കടന്നുറങ്ങുക, കുടുംബമായിട്ട് ബന്ധമില്ല, ഫുട്ബോൾ ഇല്ല, കളിയില്ല, പിന്നെ മറ്റെന്തെങ്കിലും പുറത്തിറങ്ങുന്ന ഒരു പരിപാടിയില്ല, നിസ്കാരം തന്നെ എപ്പോഴും സമയത്ത് നിസ്കരിക്കുക. അങ്ങനെ ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര കാലം അവന് ജീവിക്കാൻ സാധിക്കും? ഇനി ഒരു ഡോക്ടർ, അയാൾ പെരുന്തിരക്ക, ഒരു ഒഴിവില്ല. രാവിലെ അയാളെ വീണ്ടും ഒരാൾ ക്യൂ തുടങ്ങിയാൽ രാത്രി 12 വരെ ക്യൂ ആണ്. അയാൾ പൈസ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്ത് കാര്യം? അയാൾക്കൊരു വിനോദം വേണം, അയാൾക്കൊരു ആശ്വാസം വേണം, അയാൾക്കൊരു എന്റർടൈൻമെന്റ് വേണം, അയാൾക്ക് ഒരു തമാശക്കുള്ള ഒരു അവസരം വേണം, അയാൾക്ക് കുടുംബവുമായി സല്ലപിക്കുവാനും തമാശ പറയുവാനും അവരുടെ കൂടെ ചെലവഴിക്കുവാനും അതോടൊപ്പം അയാളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും കൂടി സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഇസ്ലാമിലെ ഏത് പ്രൊഫഷണൽ ആളായിരുന്നാലും. അതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട സംഗതി, ഇത്തരം സംഗതികൾ അത് കളിയാണ്, മറ്റൊരു കാര്യമാണ്. നമ്മുടെ ജീവിതം, ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രവാചകനായിരുന്നു, അത് പ്രവാചകന്റെ കാര്യമാണ്. ഒരു അധ്യാപകനാണ്, അത് അധ്യാപകന്റെ കാര്യമാണ്. കളി ഒന്ന് വേറെയാണ്, കാര്യം ഒന്ന് വേറെയാണ്. ഇന്ന് പുതിയ തലമുറ, ഞാൻ കളി കാണാം, നമുക്ക് കളി കാണുന്ന എതിർക്കുന്നില്ല, ഇസ്ലാമിൽ അങ്ങനെ എതിർക്കാണ്ട് പറ്റൂല. ഈ പറഞ്ഞ വിനോദമൊക്കെ ഇസ്ലാമിൽ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു തന്നെയാണ്. പക്ഷേ കാര്യം അറിഞ്ഞിട്ടുള്ള കളിയും കാര്യം വിട്ടിട്ടുള്ള കളിയും രണ്ടാണ്. കാര്യത്തിന്റെ കൂടെ അതിന് ഉപോത്ബലകമാകുന്ന രീതിയിൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കുട്ടി നന്നായിട്ട് കളിക്കുക. പല ക്ലാസ്സുകൾക്കും ചെന്നാൽ കുട്ടികളോട് എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ 50 കുട്ടികളോ 100 കുട്ടികളുള്ള ഒരു ക്യാമ്പില് ചിലപ്പോ 50 കുട്ടികളും പറയാം എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആവണം എന്നാണ്. 50 കുട്ടിയൊക്കെ എന്തായാലും, ഒരു 100 കുട്ടികളുള്ള ഒരു പരിപാടിയിൽ 50 കുട്ടിയൊക്കെ എന്തായാലും ഫുട്ബോൾ പ്ലെയർ ആകാൻ പറ്റൂലല്ലോ. മാത്രമല്ല ഒരു രാജ്യത്തിന്, നമ്മൾ 150 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം, ഈ രാജ്യത്ത് പരമാവധി നമുക്ക് കളിക്കാരായിട്ട് വേണ്ട ഒരു 20ഓ 25ഓ ആൾക്കാരല്ലേ. അതിനപ്പുറത്ത് ഇന്ത്യന്റെ ടീമിക്ക് വേണ്ടല്ലോ. എന്നാൽ ഇത്രയും ആളുകളുള്ള ഒരു രാജ്യത്തിന് അങ്ങനത്തെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ മറുവശമാണ്. അവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷെ നമ്മളെ മക്കൾ ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ അതിനുള്ള കഴിവും കപ്പാസിറ്റി എനിക്കുണ്ടോ? ഒരു ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് എന്റെ ഗോളായി, എന്റെ പാഷനായി ഞാൻ പറയുമ്പോൾ ഞാനിപ്പോ സ്കൂളിന്റെ ടീമിലുണ്ടോ, പഞ്ചായത്തിന്റെ ടീമിലുണ്ടോ, ജില്ലാ ടീമിലുണ്ടോ, സ്റ്റേറ്റ് ടീമിലുണ്ടോ, എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. വന്നിട്ടേ ഞാൻ തട്ടു. എന്നൊരു ലക്ഷ്യം എന്താണ്? എനിക്ക് ഫുട്ബോളർ ആവണം.
അപ്പോ അവിടെ കൃത്യമായി മനസ്സിനെ ട്യൂൺ ചെയ്ത് തന്റെ ആഗ്രഹം എന്താണ്. ഇപ്പോ പിന്നെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്ന രാജ്യങ്ങൾ, അതിന്റെ ചരിത്രം ഞാൻ പറയേണ്ടതില്ല. വെറും 1.5 ലക്ഷം ആളുകൾ മാത്രമുള്ള രാജ്യം ഇപ്രാവശ്യം വേൾഡ് കപ്പിൽ കളിച്ചിട്ട് ആകെ 1.5 ലക്ഷം ആളുകളെ അവിടെ ഉള്ളൂ. 5 ലക്ഷമുള്ള ആളുകൾ കളിച്ചിട്ട് ലോകത്തെ വിറപ്പിച്ച ചരിത്രം നമ്മൾ കണ്ടു. അതൊക്കെ എന്നേക്കാൾ കൂടുതൽ ഇരിക്കുന്ന മക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ അവർ കൃത്യമായി പഠിക്കുന്നുണ്ട്. ഏത് രാജ്യക്കാരാണ്, അവരുടെ സ്കോർ എന്താണ്, അവരിപ്പോ കളി എവിടെ എത്തി നിൽക്കുന്നു, ഓരോ കളിക്കാരന്റെയും പേരും അവരുടെ രാജ്യവും അവരടിച്ച ഗോളും അവരുടെ ക്ലബ് ഏതാണ്, ഏജ് എത്രയാണ്, ഇതൊക്കെ കൃത്യമായി ഈ ഒരു ആവേശം കയറിയിട്ട് നമ്മുടെ മക്കളും പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ വൈകാട്ടാക്കിയ ഒരു കുട്ടിനോട് ദുആഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന ചോദിച്ചാൽ അവൻ 5 ദിവസം, ഒരു ദിവസം 5 നേരം നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവന് പ്രാരംഭ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞാൽ, വജ്ജത്ത് മുഴുവനാക്കാൻ പറഞ്ഞാൽ, ഫാത്തിഹയ്ക്ക് ശേഷം ഏത് സൂറത്താ ഓതാന്ന് ചോദിച്ചാൽ, മയ്യിത്ത് നമസ്കാരത്തിലെ ദുആ ചോദിച്ചാൽ കിട്ടാത്ത കുട്ടികൾക്കും ഇത് വല്ലാത്തൊരു ഓവർ ആവേശമായി, ഒരു ജ്വരമായി മാറുന്നു. അതിനെ ശരിക്കും നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. ഇത് കളിക്കലിലല്ല, അങ്ങനെ എതിർക്കാൻ ഇസ്ലാമിൽ വകുപ്പുള്ള. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. കളിക്കാരുടെ ജീവിതത്തെ കുറിച്ച് അറിയാം, പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം, ഓരോ കളിക്കാരന്റെയും ഗോളിന്റെ എണ്ണം അറിയാം. അതേ കുട്ടി മയ്യിത്ത് നമസ്കാരത്തിൽ നിന്നാൽ അതിൽ എത്ര റക്അത്താന്ന് അറിയില്ല. ഇപ്പൊ അടുത്ത് മയ്യിത്ത് നമസ്കാരം തെറ്റിച്ച് സ്കെച്ച് എത്രയോ സംഭവം നമ്മൾ കേൾക്കുന്നുണ്ട്. മയ്യിത്ത് നമസ്കാരത്തിന്റെ എണ്ണം അറിയില്ല, ഓരോ കളിക്കാരനും അടിച്ച ഗോളിന്റെ എണ്ണം അറിയാം, ഓരോരുത്തർക്കും കിട്ടുന്ന പണം എത്രയാണ് എന്നുള്ളത് അറിയാം. അതിനുവേണ്ടി ഇവർ എത്ര പൈസ കൊടുക്കാനും തയ്യാറുമാണ്. നമ്മളെ പള്ളിന്റെ മുന്നിൽ കൂടി റോഡ് കൂടിയൊക്കെ വലിയ ഫ്ലക്സുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എത്ര പൈസയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്. എന്നാൽ ഇവന്റെ പേര് ചിലപ്പോ ആ പള്ളിയിലെ ചുമരുമേലുണ്ടാകും, വരിസംഖ്യ കൊടുത്തിട്ടില്ല. അവനാണ് 1000, 500, 100 കൊടുത്തിട്ട് പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത്. അതിനല്ല ഞാൻ എതിർക്കുന്നത്. പക്ഷെ നമ്മളൊരു കമ്പാരിസന് വിധേയമാക്കണല്ലോ. തോറ്റാൽ ഇവൻ കരയും. ആര് തോറ്റാൽ? ഏതോ നാട്ടിൽ കിടക്കുന്ന ഏതോ ഒരു പ്ലെയർ തോറ്റതിന്, ഏതോ ഒരു രാജ്യക്കാരനോട്, നമ്മുടെ രാജ്യമല്ല, അതിന് വരെ ഇരുന്നിട്ട് കരയാം. അള്ളാഹിനെ കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണു നിറയ്ക്കാൻ സാധിക്കാത്തവരാണ് ഏതോ ഒരുത്തനെ കുറിച്ച് ഓർത്തിട്ട് ഇവിടെ കരയുന്നത്. അവർക്ക് വേണ്ടി കളി കാണാൻ 1:30ക്കും 2 മണിക്കും എണീറ്റ് ഉറക്കം വെച്ച് കാത്തിരിക്കുന്നു. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ, ഒരു 3 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ. അതിനുവേണ്ടി എണീക്കാൻ പറഞ്ഞ പിന്നെ പാതിരിക്ക് നീച്ച് നിസ്കരിക്കല്ലപ്പം. എന്നാൽ ഈ പാതിരിക്കാണ് ഇവൻ അലാം വെച്ച്, അലാം ഒന്നല്ല, ബാപ്പാന്റെ ഉമ്മാന്റെ മൊബൈലൊക്കെ വാങ്ങിയിട്ട് അപ്പുറത്തും വെച്ചിട്ടാണ് 1:30ക്ക് എണീക്കുന്നത്. എന്തിന്? ഈ കളി കാണാൻ. കളി കണ്ടോളൂ, ഞാൻ കളി കാണാൻ എതിർക്കുന്നില്ല. പക്ഷെ നമ്മുടെ ലൈഫിനെ ഒന്ന് വിലയിരുത്തി നോക്കുക, നമ്മളൊന്ന് മാർക്ക് നോക്കുക, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത്. നമസ്കാരം നഷ്ടപ്പെട്ടാൽ യാതൊരു ബേജാറുമില്ല. ഈ കളി കണ്ട് ഉറങ്ങിയിട്ട് അവന് ഫജ്ർ നഷ്ടം. എന്നാൽ ഒരു കളി മിസ്സായാൽ അത് പറ്റൂല. ഇന്നത്തെ കളി ഞാൻ മിസ്സായാൽ, അല്ലെങ്കിൽ അതിനുമ്പത്തെ കളി, അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം കളിക്കാത്ത, അവസാനം നോക്കുന്ന ഇതിന്റെ കൺക്ലൂഷൻ എന്താ? ഒരിക്കൽ പോലും ഫുട്ബോൾ കളിക്കാത്ത, സ്വന്തമായ കായിക ശേഷി ഉണ്ടാക്കിയെടുക്കാത്തവനാണ് ഈ ടിവിക്ക് മുൻപിൽ ഇരുന്നിട്ട് നട്സും കുറച്ചുകൊണ്ട്, ലൈസും കുറച്ചുകൊണ്ട് മണിക്കൂറുകളോളം കളി കണ്ട് തന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത്. അവൻ കളിക്കുന്നുണ്ടോ? അവൻ കളിക്കണം. ഇതിൽ എത്ര ആൾക്കാർ കളിക്കുന്നുണ്ട്? എത്ര ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഐറ്റം, കുതിരസവാരിയോ റണ്ണിങ്ങോ ഒക്കെ പോട്ടെ, എന്തെങ്കിലും ഒന്ന് സ്വന്തം കായിക ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ സംസാരിക്കുന്നതിന് പകരം നമ്മുടെ കായിക ശേഷി, നമ്മുടെ ഇസ്ലാം, നമ്മുടെ ദീൻ, അവിടെയാണ് കളി കാര്യമായി മാറുന്നത്. അവിടെയാണ് നാം അള്ളാഹുവിൽ നിന്ന് അകലുന്നത്. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, നമ്മുടെ സമയം ഏറ്റവും പോസിറ്റീവായി ഉപയോഗിക്കുന്നതിൽ നിന്ന് നാം പിന്നോട്ട് പോകുന്നത്, സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റഡ് ആവുന്നത്, സ്വന്തം കുടുംബത്തിൽ നിന്ന് അകലുന്നത്, ആർക്കോ വേണ്ടി ഫാനായി മാറുന്നത്, ആർക്കോ വേണ്ടി സംസാരിക്കുന്നത്, എന്നിട്ട് അയൽക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ വാഗ്വാദത്തിലാണ്. എന്തിനു വേണ്ടിയാ? ഞാൻ ഓന്റെ ആളാണ്, ഇജ്ജ് മറ്റോന്റെ ആളാണ്, എന്നിട്ട് ഇവർക്ക് ഓനെ കണ്ടുകൂടാ. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? കണ്ടോളൂ, ആസ്വദിച്ചോളൂ. പക്ഷേ അത് കാര്യമായി മാറുന്ന അവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു.
അറിയുക, തീർച്ചയായിട്ടും ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കളിയും വിനോദവും അതേപോലെ തന്നെ അമ്പാവം നടിക്കലും പരസ്പരമുള്ള പെരുമ നടിക്കലും ഒക്കെയാണ്. ഇതൊക്കെയാണ് ദുനിയാവിലെ ജീവിതം. എന്നാൽ യഥാർത്ഥ ജീവിതം ഔലാദും എന്നിട്ട് അവസാനം ഖുർആന്റെ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ തീരും കേട്ടോ, ഇതൊരു വഞ്ചിക്കുന്ന വിഭവമാണ്, ദുനിയാവാണിത്, അതിനുവേണ്ടി നിങ്ങൾ വല്ലാതെ ഇത്ര ആവേശം കൊള്ളണ്ട. എന്നാൽ നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ പണത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ശക്തിയെ, രണ്ട് അനുഗ്രഹങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വഞ്ചിതരാണ്. ഏതാണത്? അവന്റെ ഒന്ന് അവന്റെ ആരോഗ്യം. ഈ ആരോഗ്യം വെറുതെ അസമയത്ത് നമ്മൾ ആർക്ക് വേണ്ടി നശിപ്പിക്കുന്നു? അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യവും ഒഴിവ് സമയം നമ്മുടെ ഒഴിവ് സമയവും ഇത് നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കളിക്കെതിരല്ല ഞാൻ പറഞ്ഞത്, കളിക്കണം. പക്ഷെ കളിയുടെ പേരിൽ ഫജ്ർ നഷ്ടപ്പെടാൻ പാടില്ല, സുബഹി നമസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല, കൊടുക്കേണ്ട ബാധ്യത കൊടുത്തു തീർക്കാതെ ആവാൻ പാടില്ല ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ എന്ത് കളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? അതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, അതിനെയാണ് രക്ഷിതാക്കൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതിനാണ് രക്ഷിതാക്കൾ പണം കൊടുക്കേണ്ടത്, മക്കൾ പണം ചെലവഴിക്കേണ്ടത്, രക്ഷിതാക്കൾ പണം ചെലവഴിക്കേണ്ടത്. ആ രീതിയിൽ ഒരു പോസിറ്റീവായി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുവാനുള്ള ഒരു ആർജവവും ബോധവുമാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് രക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉപദേശിക്കാം. ഇസ്ലാം പറയുന്നത് കളിക്കൂ, ആരോഗ്യം നേടൂ എന്നാണ്. ഈ ഒരു ആശയത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ കളിക്കൂ, ആരോഗ്യം നേടൂ. പക്ഷേ കളി ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ അകറ്റുന്ന ഒന്നായി മാറരുത്, മറ്റുള്ളവർക്ക് നിങ്ങൾ അടിമപ്പെടുന്ന ഒന്നായി മാറരുത്, താരാരാധനയിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത്. ആരാധിക്കേണ്ടത് അല്ലാഹുവാണ്, അതിനപ്പുറം ഇവർ മതി എന്ന ഒരു അമിതമായ ആരാധനയിലേക്ക് നിങ്ങൾ വീണ് പോകരുത്. കളി കാര്യമാവരുത്, കളിയായി കാണണം, കളിയായി കാണണം. അത് ഒരിക്കലും കാര്യമായി മാറരുത്. കളിയിൽ കാര്യം മറക്കരുത്. ഇപ്പോ കളിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, കളി കാണുന്നവർക്കും അറിയാം, കളിക്ക് കൃത്യമായ കുറെ നിയമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് റെഡ് കാർഡ് കിട്ടുന്നത്, ചിലർക്ക് യെല്ലോ കിട്ടുന്നത്, ചിലർ ഔട്ട് ആവുന്നത്, ചിലർ പിന്നെ തിരിച്ചിറങ്ങുന്നതൊക്കെ ആ നിയമങ്ങളുണ്ടാവും. ഈ നിയമങ്ങൾ പാലിച്ചെങ്കിലേ കളിയാവുള്ളൂ. ഒരുത്തൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് തോന്നിയമായി കളിച്ചാൽ അവിടെ റഫറി ഇടപെടും. അതാണല്ലോ കളിന്റെ നിയമം, അതാണല്ലോ കളി. ആ കളിക്കഴിഞ്ഞ നിയമങ്ങളുണ്ടല്ലോ. നമ്മൾ ഉണ്ടാക്കിയ കളിക്ക് ഇത്രയും ഗൗരവകരമായ നിയമങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ജീവിതത്തിന് കുറച്ച് നിയമങ്ങളൊക്കെ വേണ്ടേ? കളിക്ക് നിയമമുണ്ട്, അതൊക്കെ ഞാൻ പാലിക്കില്ലെങ്കിൽ എനിക്ക് ഗ്രൗണ്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലൈഫിന് ചില നിയമങ്ങൾ വേണ്ടേ? മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എന്റെ ജീവിതം എനിക്ക് ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? കളിക്ക് പോലും നിയമമുണ്ട് എങ്കിൽ കാര്യത്തിന് നിയമം വേണ്ടേ? ഉറങ്ങേണ്ട സമയം, ഉഴയേണ്ട സമയം, പണം ചെലവഴിക്കേണ്ട സമയം, പണം ഉണ്ടാക്കേണ്ട രീതി, ആരോഗ്യം ഉണ്ടാക്കേണ്ട രീതി, ചെലവഴിക്കേണ്ട രീതി, എല്ലാറ്റിനും ചില നിയമങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ കൂടി പാലിക്കുമ്പോഴേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ. കളിക്ക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ കാര്യത്തിന് നിയമങ്ങളുണ്ട്. അതാണ് രക്ഷിതാക്കൾ മക്കളോട് പറയുന്നത്. ക്ലാസ്സിൽ പോയാൽ പഠിക്കണം കേട്ടോ, കളിക്കാൻ നിൽക്കരുത്. അതൊരു നിയമമാണ്. ഫുട്ബോളില് ആ നിയമം തെറ്റിച്ചാൽ റെഡ് കാർഡ് കിട്ടുമെങ്കിൽ ക്ലാസ് റൂമിൽ റെഡ് കാർഡ് കിട്ടും. പള്ളി വന്നാൽ സംസാരിക്കേണ്ടിട്ടോ ജുമാന്റെ സമയത്ത്, അതൊരു നിയമമാണ്. കളിയിലുള്ളത് പോലെ ഒരു നിയമം. പണം അനാവശ്യമായി ചെലവഴിക്കരുതിട്ടോ, അത് കളിയിലുള്ളത് പോലെ കാര്യത്തിലുള്ള നിയമമാണ്. ഡ്രസ് ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, അതൊരു നിയമമാണ്. ആരാൻ്റെത് എടുക്കാൻ പാടില്ല കേട്ടോ, അവനാൻ്റെത് കഴിക്കാവ് കേട്ടോ, മറ്റുള്ളവരുടേത് മോഷ്ടിക്കരുത് കേട്ടോ, കള്ളം പറയരുത് കേട്ടോ, സത്യസന്ധനാവണം കേട്ടോ. ഇതൊക്കെ നിയമമാണ്. കളിക്ക് നിയമമുണ്ടെങ്കിൽ കാര്യത്തിന് നിയമമുണ്ട്. കളിയുടെ നിയമം അത് തെറ്റിച്ചപ്പോ നമുക്ക് ഭയങ്കര പ്രശ്നമായി. റഫറി അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ഏത് നമ്മളായിട്ട് എന്ത് ബന്ധം ഓക്കെ സംസാരിച്ചോ, പക്ഷെ ജീവിതത്തിൽ ചില നിയമങ്ങളുണ്ട്. അല്ലദീ ഖലഖൽ മൗത
വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ഏറ്റവും നന്നായി നിയമം പാലിക്കുന്നത് ആര്? കളിയിൽ മാത്രമല്ല, കാര്യത്തിലും എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് ഒരു ലൈഫ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തെ ഏറ്റവും പോസിറ്റീവായി, ക്രിയേറ്റീവായി, ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമുക്ക് അപേക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടപ്പെടുത്തി മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശ്രോതാക്കളുടെയും സാലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവന്റെ